40 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച മാളക്കുളം പരിതാപകരമായ നിലയിൽ. 2023-24 വർഷത്തെ നഗരസഞ്ചയ പദ്ധതിയുടെ ഭാഗമായി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച മാളക്കുളം ഇന്ന് പൊതുജനങ്ങളുടെ നിരാശയ്ക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുകയാണ്. നവീകരണ ജോലികൾക്ക് ശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ ഈ പദ്ധതിയെ മുന്നോട്ടു നോക്കിയത്. എന്നാൽ നവീകരണത്തിന് തൊട്ടുപിന്നാലെ തന്നെ കുളം തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. നവീകരണത്തിനിടെ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ച പാതകൾ ഇന്ന് കുഴികളായി മാറിയിരിക്കുകയാണ്. പല ടൈലുകളും പൊട്ടിപ്പൊളിഞ്ഞ് അപകട സാധ്യതയുള്ള അവസ്ഥയിലാണ്. കുളത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് വളർന്നുയർന്ന ചെടികളും കാടുകളും ഇപ്പോൾ ഇഴജന്തുക്കളുടെ താവളമാണ്. സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി മാലിന്യം തള്ളുന്ന ഇടമായി കുളം മാറിയതോടെ പരിസരവാസികൾക്കും കുളം സന്ദർശിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. സംരക്ഷണ ഭിത്തികളിൽ ഉള്ള വിള്ളലുകൾ മറ്റു പ്രധാന ആശങ്കകളിൽ ഒന്നാണ്. ഏതു സമയത്തും ഭിത്തികൾ തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഇവിടെ പെയിന്റിംഗ് ചെയ്തിരിക്കുന്നതും മോശമായ രീതിയിലാണ്. നാട്ടുകാർക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ചെലവഴിച്ച ആകെ തുകയെക്കുറിച്ച് നേരത്തെ ഉയർന്നിരുന്ന സംശയങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ. പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നതോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. നവീകരണത്തിനുള്ള തുക ചെലവാക്കിയതിൻ്റെ വിശദാംശങ്ങളും നിലവിലെ അവസ്ഥയുടെ ഉത്തരവാദിത്വവും കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണം ആവശ്യമാണ് എന്ന് മാള ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിയോ കൊടിയൻ പറഞ്ഞു. 40 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയ ഇതുകളാ. ഈ ലൈറ്റ് ആണെങ്കിൽ ഇപ്പൊ കത്തണില്ല. ഇത് ഒന്ന് കത്തും പിന്നെ കെട്ടു. ഇന്നലെ കെട്ട് റിപ്പയർ ചെയ്തു, അത് കെട്ടുപോയി. പിന്നെ ഈ പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കണമൊക്കെ ആ വേസ്റ്റിന്റെ ഒരു ഡപ്പ പാത്രം കൊണ്ടുവന്ന് വെച്ചത് മാത്രം ഉണ്ടാവുള്ളൂ, പിന്നെ എടുക്കലില്ല. അവരോട് പറയുമ്പോൾ അവർ പറയുന്നു അതിൻ്റെ ആൾക്കാർ വേറെയെന്ന്. നമ്മൾ ആരോടെ നമ്മളുടെ പരാതികളോ ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. ആരും കേൾക്കണവരില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ആൾക്കാർ ഉച്ച നേരത്ത് വഴിക്ക് പോകുന്ന ആൾക്കാർ ഭക്ഷണങ്ങളും മറ്റുമെല്ലാം കഴിച്ചും കൊണ്ട് ആ വേസ്റ്റ് അതും ഇടും. ഇവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ എല്ലാ സാധനങ്ങളും എടുക്കണ്ടേ? ഇതിപ്പോൾ ഈ നാലമ്പലത്തിൻ്റെ ആൾക്കാർ പോകുമ്പോൾ അതിൻ്റെ വേസ്റ്റും അവർ കച്ചറ കാണുന്നിടത്ത് അവർ കൊണ്ടുപോയിടും. സ്വാഭാവികമാണ്. എല്ലാവരും അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആരോട് പറയാനാ? അവർ പറഞ്ഞ് ഡയപ്പർ ഇട്ടുന്നു, അതൊക്കെ ഇട്ടിൻ്റെ പേരിൽ നാറണമെന്ന്. ആഴ്ചയിൽ ഒരിക്കലും വന്നെടുത്തുകൊണ്ട് പോവുക. അതാണ് അതിൻ്റെ ക്ലീൻ കേരള എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? നമ്മളിപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ.